2 മാസത്തെ വെക്കേഷനൊക്കെ ശേഷം തിരിച്ച് ഞങ്ങൾ മലേഷ്യയിലേക്ക് വരുവാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മൾ രാവിലെ ഉച്ചക്കത്തെ ട്രെയിനിനായിരുന്നു കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ വീട്ടുകാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ട്രെയിനിൽ ഞങ്ങൾ ഏകദേശം ഒരു 2:30 കയറി ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്തത്. ഓട്ടോത്തെ കാഴ്ചകളൊക്കെ കണ്ട് കൊച്ചി ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വന്നത് ഫ്ലൈറ്റ് അല്പം ഡിലേ ആണെന്ന്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ ഇപ്രാവശ്യം എത്തിയത് നല്ല നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കണക്ഷൻ ഫ്ലൈറ്റ് അതും നമുക്ക് അവർ കൺവേർട്ട് ചെയ്ത് തന്നു. രാവിലത്തെ ഫ്ലൈറ്റായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഉച്ചക്കേക്കാക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്തു. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചെക്കിനും തുടങ്ങാൻ അല്പം ലേറ്റായി. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല എമിഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് അവിടെ ഇരിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല ലോഞ്ചിലേക്ക് വിട്ടു. ലോഞ്ചിൽ സാധാരണ പോകുമ്പോൾ ഇതിനേക്കാളും നല്ല പ്രീമിയം ലോഞ്ചിലാണ് കയറാറുള്ളത്. അതായത് ഇപ്രാവശ്യം ഇവരെന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. 2 ലോഞ്ചും സെപ്പറേറ്റ് ആക്കി. അതായത് ബിസിനസ് ക്ലാസ്സുകാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലോഞ്ചും അല്ലാതെ ബാക്കി എക്കണോമി ഉള്ളവർക്കൊക്കെ ഒരു ലോഞ്ചും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. സാധാരണ ഇങ്ങനെയല്ല ഉണ്ടാവാറ്. 2 ലോഞ്ചും കൂടെ, അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സുകാരുടെ ലോഞ്ചിൽ തന്നെയാണ് എല്ലാവർക്കും ആക്സസ് ഉള്ളവർക്ക് കയറാൻ പറ്റുക. ലോഞ്ച് സെപ്പറേറ്റ് ആക്കിയെങ്കിലും അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ ഇന്നും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതുപോലെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിൻ്റെ ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രെഡ്, അങ്ങനെയുള്ള ഐറ്റംസ് വേറെ ഉണ്ടാവും. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വയർ ഫില്ല് ചെയ്തിട്ടാണ് പിന്നീട് ഇറങ്ങിയത്. നമുക്ക് 2 പേർക്കും ഫ്ലൈറ്റ് മിസ്സായിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ അധിക സമയം ലോഞ്ചിൽ സ്പെൻഡ് ചെയ്തില്ല. വേഗം നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഗേറ്റിൽ നിന്ന് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തു. പിന്നീടുള്ളത് രാത്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം 1:30 ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം. അപ്പോൾ നല്ല ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റ് കയറിയ ഉടനെ തന്നെ നമ്മൾ ഉറങ്ങി. എണീക്കുമ്പോഴത്തേക്ക് ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊലാലംപൂർ എയർപോർട്ടിലാണ് ഫസ്റ്റ് എത്തിയത്. അവിടുന്ന് നമുക്ക് കണക്ഷനായിട്ട് പെനാങ്ങിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ളത് ഇത് അത്യാവശ്യം വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ടും പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ടൂറിസ്റ്റിൻ്റെ തിരക്കുണ്ട്. അതായത് നമുക്കറിയാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പെനാങ്ങിലേക്ക് അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് വിസ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇവിടെ മലയാളീസിനെ തന്നെ കാണാം. ഏകദേശം എല്ലാവരും ഇപ്പോൾ ട്രിപ്പ് വരുന്നത് മലേഷ്യയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ബസ്സിനാണ് അടുത്ത ടെർമിനലിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ എയർപോർട്ട് ബസ് ഉണ്ടാവും. ആ ബസ്സിൽ നമ്മൾ അടുത്ത ടെർമിനലിലേക്ക് അവർ കൊണ്ടുവിട്ട് വരും. അങ്ങനെ നമ്മൾ അടുത്ത ടെർമിനലിലൊക്കെ എത്തി. അവിടെ നിന്ന് ആദ്യം നമ്മൾ ബാറ്റിക് എയറിൻ്റെ എൻക്വയറിയിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 hours ലേ ഓവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ആദ്യത്തെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ ടൈം അവർ ചേഞ്ച് ചെയ്ത് തന്നതാണ്. അപ്പോൾ അവരുടെ പ്രശ്നമായതുകൊണ്ട് തന്നെ അവർ നമുക്ക് അവിടെയുള്ള ലോഞ്ചിൻ്റെ ആക്സസ് തന്നു. ഇവിടുത്തെ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഇവിടെ ഈ പകൽ ടൈമിലൊക്കെ ഇതുപോലെ ഒരുപാട് നേരമൊക്കെ ലേ ഓവർ വരുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് റൂംസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേഞ്ച് ചെയ്ത് ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിരുന്നു. നോൺ വെജ് ആയാലും വെജ് ആയാലും അതുപോലെ തന്നെ മലേഷ്യൻ കുസീൻസ് ആയാലും അങ്ങനെ ഡിഫറെൻറ്റ് ഡെസേർട്ട്സ് ആയാലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് മെല്ലെ ഞങ്ങൾ നമ്മുടെ ഗേറ്റിലേക്ക് നീങ്ങി. അവിടുന്ന് ഏകദേശം നമുക്കൊരു 12:30-1 മണിയാകുമ്പോഴായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി. ഞാൻ ആദ്യമായിട്ടാണ് പകൽ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ആകെ 3-4 പ്രാവശ്യം ഫ്ലൈറ്റ് കയറിയിട്ടുള്ളൂ. അതിൽ തന്നെ ആദ്യമായിട്ടാണ് പകൽ ടൈമിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ, അതായത് ആകാശത്തിൻ്റെ ഫുൾ ബ്യൂട്ടി ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ പകൽ. ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ട്രാവൽ മാത്രമേ KL to പെനാങ് ഉള്ളൂ. അപ്പോൾ ഈ പെനാങ് എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം വരുന്നത്.
ഇങ്ങനെ അല്ലാതെ തന്നെ KL നിന്ന് പെനാങ്ങിലേക്ക് നമുക്ക് ബസ് വഴിയും വരാം. ഏകദേശം ഒരു 5 hours ട്രാവലാണ് ഡേ ടൈമിലാണെങ്കിൽ പെനാങ്ങിൽ നിന്ന് അല്ലെങ്കിൽ കൊല്ലാലംപൂരിൽ നിന്ന് പെനാങ്ങിലേക്ക് ഉള്ളത്. നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. അതും വലിയൊരു ബഡ്ജറ്റൊന്നും ആവില്ല. ഏകദേശം എനിക്ക് നാട്ടിലെ ഒരു 800 രൂപക്കൊക്കെ നമുക്ക് KL നിന്ന് പെനാങ്ങിലേക്ക് സുഖമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലൈറ്റിലാണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ മലേഷ്യ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ട്രാവൽ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിൽ ഏകദേശം നല്ലൊരു കവറേജ് അല്ലെങ്കിൽ നല്ലൊരു ട്രിപ്പ് കവറേജ് തന്നെയാണ് മലേഷ്യ എന്ന് പറയുന്നത്. നമ്മൾ മലേഷ്യയിൽ തന്നെ പെനാങ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. ഇവിടെയും അത്യാവശ്യം നല്ല കുറേ കാഴ്ചകളൊക്കെ സൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബസ്സിന് വരാം. നമുക്ക് വലിയൊരു ചിലവൊന്നും ആവില്ല. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് മലേഷ്യയിൽ കിട്ടും. അങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് നമുക്ക് കുറച്ച് സമയം നമ്മുടെ ബാഗേജിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബാഗേജൊക്കെ മെല്ലെ വരാൻ വേണ്ടി നമ്മളവിടെ കുറേ സമയം ക്ഷമയോടെ കാത്തുനിന്നു. ബാഗേജൊക്കെ കിട്ടി. അങ്ങനെ ബാഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് സായന്തേട്ടം കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കയറി ഞങ്ങളുടെ റൂമിലേക്ക് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്രയായിരുന്നു. അങ്ങനെ അവിടെ റൂമിലെത്തി. ബൈ ഫ്രം ടുഡേ.